നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ PV അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ മുന്നണികൾക്ക് ആശങ്ക ഒഴിയുന്നില്ല. PV അൻവർ അധികം പിടിക്കുക തങ്ങളുടെ എതിർപ്പാളയത്തിലെ വോട്ടുകൾ ആയിരിക്കുമെന്ന ആത്മവിശ്വാസമാണ് LDFും UDFും പങ്കുവയ്ക്കുന്നത്. എന്നാൽ താൻ ജയിച്ചില്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് ജയിക്കട്ടെ എന്നാണ് PV അൻവറിന്റെ ഇന്നത്തെ പ്രതികരണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഫലം വരാൻ ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. മുന്നണികൾക്ക് ആശയും ആശങ്കയുമുണ്ട്. UDF കണക്ക് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 15,000-ലധികം വോട്ടിന് UDF വിജയിച്ചു കയറും. അതിന് ചില പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും ലീഡ് കണക്കൊക്കെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശക്തമായ ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ അലയടിച്ചെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. പ്രതീക്ഷയല്ല, ആത്മവിശ്വാസത്തിലാണ്. പഞ്ചായത്ത് ബൂത്തുകളിൽ നിന്ന് UDF കമ്മിറ്റി ശേഖരിച്ച് തന്ന കണക്ക് അവിടെ UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരമാണ് അവിടെ പ്രതിഫലിക്കുക എന്നുള്ളതാണ് താഴെ തട്ടിൽ നിന്ന് പോളിംഗ് ദിവസവും മറ്റുമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. UDF പറയുന്നത് പോലെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂർ മണ്ഡലത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് LDFന്റെ വാദം. കരുളായി, അമരമ്പലം, പോത്തുകൽ കൂടാതെ നിലമ്പൂർ നഗരസഭയും വൻ മുന്നേറ്റം LDFന് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. LDF സ്ഥാനാർത്ഥി M സ്വരാജും കണക്കുകളുടെ പ്രതീക്ഷകളിൽ തന്നെയാണ്. വോട്ടിന്റെ കണക്കുകൾ തങ്ങൾ നോക്കാറില്ലെന്ന് LDF സ്ഥാനാർത്ഥി 24നോട് മനസ്സ് തുറന്നു പറഞ്ഞു. ഞാനതിൻ്റെ അത്തരത്തിലുള്ള കണക്കുകളുടെ പുറകെയും പോകാറില്ല. തെരഞ്ഞെടുപ്പിൽ പൊതുവെ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്താറുണ്ട് എന്ന് മാത്രം. കണക്കുകളൊക്കെ പലരും പലതരം കണക്കുകളും പറയുന്നുണ്ട്. ഞാനതൊന്നും അത്ര ഗൗരവത്തിലെടുക്കുന്ന ഒരാളല്ല. ഇടതുപക്ഷം മികച്ച നിലയിൽ നിലമ്പൂരിൽ വിജയിക്കും എന്ന പ്രതീക്ഷയുടെയും അടിസ്ഥാനം അതാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും വോട്ടുകൾ കൂട്ടും അല്ലെങ്കിൽ ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും കഴിഞ്ഞ ദിവസം വരെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒളിഞ്ഞ പിണറായി, അതായത് ആര്യാടൻ ഷൗക്കത്ത് താൻ ജയിച്ചില്ലെങ്കിൽ ജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് PV അൻവർ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. എൻ്റെ പോരാട്ടം പിണറായി സത്യനെതിരാണല്ലോ. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തെളിഞ്ഞ പിണറായി തോൽക്കണം. അല്ല, സ്വാഭാവികമായിട്ടും അപ്പോൾ വരുന്ന UDF സ്ഥാനാർത്ഥിയാവുമല്ലോ. തെളിഞ്ഞ പിണറായി ജയിക്കുന്നതിനേക്കാളും നല്ലത് ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതല്ലേ. അത് തന്നെയായാലും നിലപാട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രണ്ട് മുന്നണികൾക്കും LDFനും UDFനും PV അൻവർ ഒരാശങ്ക തന്നെയാണ്. അൻവർ ആരുടെ പെട്ടിയിൽ നിന്ന് കൂടുതൽ വോട്ട് പിടിച്ചിരിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ പെട്ടി തുറക്കണം. അപ്പോൾ അറിയാം അൻവർ പിടിച്ച വോട്ട് ഏത് മുന്നണിയെ തോൽപ്പിക്കുമെന്ന്, ഏത് മുന്നണിയെ ജയിപ്പിക്കുമെന്ന്. അഭിത്തിനൊപ്പം ശ്രീകുമാരൻ, Team 24, നിലമ്പൂർ.